നമസ്കാരം. എല്ലാവർക്കും റീചാർഡ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി എക്സാമുകൾക്ക് തയ്യാറാവുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറേ ചോദ്യങ്ങളാണ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനവും, കേരളം, അടിസ്ഥാന വിവരങ്ങൾ, അവകാശങ്ങളും കടമകളും ദേശീയ ചിഹ്നങ്ങളും തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. സ്വാതന്ത്ര്യ സമരവും കേരളവും എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം. പോർച്ചുഗീസുകാരുടെ പക്കൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിച്ച കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യം ഫത്ഹുൽ മുബീൻ. പോർച്ചുഗീസുകാരുടെ പക്കൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിച്ച കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യം ഫത്ഹുൽ മുബീൻ. ദെൻ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? 1721 ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? 1721 ആറ്റിങ്ങൽ കലാപം. ദെൻ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792. ദെൻ 1861 നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചത്? ബേപ്പൂരിനെയും തിരൂരിനെയുമാണ്. 1861 നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചത്? ബേപ്പൂരും തിരൂരും തമ്മിലാണ്. ദെൻ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏത്? ലോഗൻ കമ്മീഷനാണ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. ദെൻ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടം വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടം വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ദെൻ ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMSൻ്റെ പ്രവർത്തന മേഖല ഏത് പ്രദേശമായിരുന്നു? തിരുവിതാംകൂറാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMSൻ്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ മിഷണറിമാരാരാണ്? ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. ദെൻ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEMൻ്റെ പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു? മലബാർ മേഖലയായിരുന്നു ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEMൻ്റെ പ്രധാന പ്രവർത്തന മേഖല. ദെൻ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് 1817 വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? ഗൗരി പാർവതി ബായി ആണ്. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് 1817 വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഗൗരി പാർവതി ബായി. ദെൻ 1859 തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്കും ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം അനുവദിച്ച് വിളംബരമിറക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഉത്രം തിരുനാൾ മഹാരാജാവാണ് 1859 തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം അനുവദിച്ച് വിളംബരമിറക്കിയത്. ദെൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ് ശ്രീനാരായണ ഗുരു ഇപ്രകാരം രേഖപ്പെടുത്തിയത്? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. ദെൻ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട്ട് നടന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിലാണ് 1916. ദെൻ അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം 1920 നടന്നത് എവിടെ? മഞ്ചേരിയിലാണ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം 1920 നടന്നത് മഞ്ചേരിയിൽ. ഏതു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം? മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ്. മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്നത്. മലബാറിലാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്നത്. ദെൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിലുണ്ടായ പ്രധാന സംഭവം ഏത്? കീഴരിയൂർ ബോംബ് കേസാണ്.
ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിലുണ്ടായ പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിൽ പിടിക്കപ്പെട്ട പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെ? കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവുമാണ്. 1793-97 കാലയളവിൽ ഒന്നാമത്തെ പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. 1800-1805 കാലയളവിൽ രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് കൈവശമാക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം. ദെൻ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ബാരിസ്റ്റർ ജി പി പിള്ളയാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു? ഗോവിന്ദ പണിക്കരും ബാഹുലേയനും. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാം? ഗോവിന്ദ പണിക്കരും ബാഹുലേയനും കുഞ്ഞാപ്പിയും. ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ, കുഞ്ഞാപ്പി എന്നിവരാണ്. ദെൻ അയിത്താചരണത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏത്? വൈക്കം സത്യാഗ്രഹമാണ്. 1924-25 കാലയളവിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അയിത്താചരണത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ദെൻ തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്തത് ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യർ. കേരള അന്ത്യജോദ്ധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പനാണ്. കേരള അന്ത്യജോദ്ധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരായിരുന്നു? കെ കേളപ്പൻ. സ്വാതന്ത്ര്യ സമരകാലത്ത് 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ജയിൽവാസം അനുഭവിച്ച വനിതാ നേതാവ് AV കുട്ടിമാളു അമ്മയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ജയിൽവാസം അനുഭവിച്ച വനിതാ നേതാവ് AV കുട്ടിമാളു അമ്മ. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്യ പള്ളം. അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി എന്നിവരുടെ ജനനത്താൽ പ്രസിദ്ധമായ മലബാറിലെ തറവാട് ഏത്? അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി എന്നിവരുടെ ജനനത്താൽ പ്രസിദ്ധമായ മലബാറിലെ തറവാട് ആനക്കര വടക്കത്തു കുടുംബമാണ്. പൊന്നാനി ആനക്കര വടക്കത്തു കുടുംബം ആണ് AV, ആനക്കര വടക്കത്തു കുടുംബം. ദെൻ 1938 ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിതയാര്? അക്കാമ ചെറിയാനാണ്. 1938 ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിത അക്കാമ ചെറിയാൻ. കൊച്ചി നിയമസഭയിൽ നടന്ന നമ്പൂതിരി ബിൽ ചർച്ചയിൽ അന്തർജനങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ്? കൊച്ചി നിയമസഭയിൽ നടന്ന നമ്പൂതിരി ബിൽ ചർച്ചയിൽ അന്തർജനങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ്? പാർവതി നെന്മേനി മംഗലത്തെയാണ്. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് പാർവതി നെന്മേനി മംഗലം. ദെൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിലുണ്ടായ താലി സംഭവവുമായി ബന്ധപ്പെട്ട് വനിതാ നേതാവ് കമല പ്രഭുവാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിലുണ്ടായ താലി സംഭവവുമായി ബന്ധപ്പെട്ട വനിതാ നേതാവ് കമല പ്രഭു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന അയിത്തവിരുദ്ധ സത്യാഗ്രഹം ഏത്? പാലിയം സത്യാഗ്രഹമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന അയിത്തവിരുദ്ധ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം. ഓരോ പള്ളിക്കുമൊപ്പം ഒരു സ്കൂൾ നിർമ്മിക്കണം എന്ന ആശയം മുന്നോട്ട് വച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസാണ്. ഓരോ പള്ളിക്കുമൊപ്പം ഒരു സ്കൂൾ നിർമ്മിക്കണം എന്ന ആശയം മുന്നോട്ട് വച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. അയ്യാവഴി എന്നറിയപ്പെട്ട ദാർശനിക ചിന്താ പദ്ധതി മുന്നോട്ട് വെച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാവഴി എന്നറിയപ്പെട്ട ദാർശനിക ചിന്താ പദ്ധതി മുന്നോട്ട് വെച്ചത് വൈകുണ്ഠ സ്വാമികൾ. ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകനാര്? തൈക്കാട് അയ്യ. ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ. ദെൻ അയ്യാവഴി എന്നറിയപ്പെട്ട ദാർശനിക ചിന്ത വൈകുണ്ഠ സ്വാമികളും ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകൻ തൈക്കാട് അയ്യയുമാണ്. കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. 1925 ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ നടന്ന സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് N. കുമാരനാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ 100ാം വാർഷികമാണ് 2025. N. കുമാരനാണ് അത് തർജ്ജമ ചെയ്തത്. അതുകൊണ്ട് തന്നെ 100
100 കൊല്ലം തികയുന്ന അവസരത്തിൽ തന്നെ ഈ ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്, ശ്രദ്ധിച്ചു വയ്ക്കുക. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ജാതി മീമാംസയാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ജാതി മീമാംസ. തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. 1891 മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? ഡോക്ടർ പൽപ്പുവാണ്. 1891 മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ ഡോക്ടർ പൽപ്പു. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ. ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ. ഏത് മാസികയുടെ മുഖ്യവാക്യമായിരുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്നത്? ഏത് മാസികയുടെ മുഖ്യവാക്യമായിരുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്നത്? അഭിനവ കേരളത്തിലെയാണ്. മിശ്രഭോജനം എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. 1931 VT ഭട്ടതിരിപ്പാട് നടത്തിയ യാചനായാത്ര എവിടേക്കായിരുന്നു? തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു. കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു യാചനായാത്ര. ജാതി നശിപ്പിക്കൽ നവയുഗധർമ്മം എന്ന മുദ്രാവാക്യമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ജാതി നശിപ്പിക്കൽ നവയുഗധർമ്മം എന്ന വാക്യമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആനന്ദതീർത്ഥനാണ്. ആനന്ദതീർത്ഥൻ. ദെൻ നമുക്ക് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 25 അടി മുതൽ 250 അടി വരെ ഉയരമുള്ളതും കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 41.76% വരുന്നതുമായ ഭൂവിഭാഗം ഏതാണ്? ഇടനാടാണ്. ഇടനാടാണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 41.76% വരുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെട്ട നദി ഏത്? കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഏത് നദിയുടെ പോഷക നദികളാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് കേരളത്തിലെ ഏത് അണക്കെട്ടിലെ വെള്ളമാണ്? ശിരുവാണി ഡാമിലെ വെള്ളമാണ്. ദെൻ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട നദി വാമനപുരം നദിയാണ്. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട നദി വാമനപുരം നദി. ദെൻ ഏതാണ്ട് 112 കിലോമീറ്ററോളം ഒഴുകിയ ശേഷം പമ്പാ നദിയിൽ പതിക്കുന്ന നദി ഏത്? അച്ചൻ കോവിലാറാണ്. ഏകദേശം 112 കിലോമീറ്ററോളം ഒഴുകിയ ശേഷം പമ്പാ നദിയിൽ പതിക്കുന്ന നദി അച്ചൻ കോവിലാർ. ദെൻ ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ചിരിക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ചിരിക്കുന്നത്. ദെൻ വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ കായൽ വേമ്പനാട്ടു കായൽ. വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവും കൂടുതലായി കാണുന്ന കേരളത്തിലെ കായൽ വേമ്പനാട്ടു കായൽ. ദെൻ വേമ്പനാട്ടു കായലിലെ പാതിരാമണൽ ദ്വീപ് ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ടു കായലിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയെന്ന ബഹുമതി 2023 തിരിച്ചു പിടിച്ചത് ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയ്ക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി 2023 തിരിച്ചു കിട്ടിയത്. ദെൻ അരിപ്പ വനപ്രദേശം കേരളത്തിലെ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ വനപ്രദേശം. കാട്ടുജാതി മരങ്ങൾ മാത്രം നിറഞ്ഞ വനക്കാടായ മിരിസ്റ്റിക്ക ചതുപ്പിന് പ്രസിദ്ധമായ വനമേഖല ഏത്? അരിപ്പ വനമേഖലയാണ്. കാട്ടുജാതി മരങ്ങൾ മാത്രം നിറഞ്ഞ വനക്കാടായ മിരിസ്റ്റിക്ക ചതുപ്പിന് പ്രസിദ്ധമായ വനമേഖലയാണ് അരിപ്പ വനമേഖല. മാക്കാച്ചി കാടുകളെ കൂടുതലായി കണ്ടുവരുന്ന കേരളത്തിലെ സംരക്ഷിത പ്രദേശം ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. മാക്കാച്ചി കാടുകളെ കൂടുതലായി കണ്ടുവരുന്ന കേരളത്തിലെ സംരക്ഷിത പ്രദേശം ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ദെൻ ചെമ്മൂഞ്ഞി മൊട്ട
ചെമ്മൂഞ്ഞിമൊട്ട, അതിരുമല എന്നീ മലനിരകൾ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ് ചെമ്മൂഞ്ഞിമൊട്ട, അതിരുമല എന്നീ മലനിരകൾ. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്ന വൃക്ഷ ഇനം ഏത് പേരിലാണ് വ്യാപകമായി അറിയപ്പെടുന്നത്? ചെന്തുരുണി എന്ന പേരിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി കല്ലടയാറാണ്. കല്ലടയാർ കേരളത്തിലെ ഏക ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി കല്ലടയാർ. കേരളത്തിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത് എവിടെ? തെന്മലയിലാണ്. കേരളത്തിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത് തെന്മല. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലേക്കുള്ള പ്രധാന പാതയാണ് തമിഴ്നാട്ടിലൂടെ കടന്നു പോകുന്നത്? പറമ്പിക്കുളത്തിലേക്കുള്ള പ്രധാന പാതയാണ്. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലേക്കുള്ള പ്രധാന പാതയാണ് തമിഴ്നാട്ടിലൂടെ കടന്നു പോകുന്നത്? പറമ്പിക്കുളത്തിലേക്കുള്ള പ്രധാന പാതയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന തൂണക്കടവ് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പറമ്പിക്കുളത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന തൂണക്കടവ് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പറമ്പിക്കുളം. 1983 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. 1983 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇന്ത്യയിലെ പ്രമുഖ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ശുപാർശയെ തുടർന്ന് നിലവിൽ വന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാടാണ്. ഇന്ത്യയിലെ പ്രമുഖ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ശുപാർശയെ തുടർന്ന് കേരളത്തിൽ നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ടു കായലിൻ്റെ തീരത്തുള്ള കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ടു കായലിൻ്റെ തീരത്തുള്ള കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട്ടു പക്ഷി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. മുൻപ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് സംരക്ഷിത പ്രദേശമാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. വിവിധ ഇനം ചിലന്തികൾക്കും വവ്വാലുകൾക്കും പ്രസിദ്ധമായ കേരളത്തിലെ സംരക്ഷിത പ്രദേശം ഏത്? മംഗളവനമാണ്. വിവിധ ഇനം ചിലന്തികൾക്കും വവ്വാലുകൾക്കും പ്രസിദ്ധമായ കേരളത്തിലെ സംരക്ഷിത പ്രദേശം മംഗളവനം. കേരളത്തിലെ 4ാമത്തെ പക്ഷി സങ്കേതമായ മുണ്ടേരിക്കടവ് ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ 4ാമത്തെ പക്ഷി സങ്കേതമായ മുണ്ടേരിക്കടവ് ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത് ഏത് സംരക്ഷിത പ്രദേശത്തിലൂടെയാണ്? ആറളത്തിലൂടെയാണ്. ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്ന സംരക്ഷിത പ്രദേശം ആറളം. പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലകളുടെ പടിഞ്ഞാറേ ചെരുവിൽ 1984 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏത്? ചിമ്മിണി വന്യജീവി സങ്കേതം സംരക്ഷണ കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലകളുടെ പടിഞ്ഞാറേ ചെരുവിൽ 1984 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ചിമ്മിണി വന്യജീവി സങ്കേതം. കേരളത്തിൽ മഴനിഴൽ പ്രദേശത്തുള്ള ഏക വന്യജീവി സങ്കേതം ഏത്? ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിൽ മഴനിഴൽ പ്രദേശത്തുള്ള ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ഏതു വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലൂടെയാണ് ഒഴുകുന്നത്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിലൊന്നായ പാമ്പാർ ഒഴുകുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചാമ്പൽ മലയണ്ണാൻ്റെ തനത് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിലെ ഏക വനപ്രദേശം ഏത്? ചിന്നാർ വന്യജീവി സങ്കേതം. പ്രസിദ്ധങ്ങളായ മുത്തങ്ങ, തിരുനെല്ലി ജനവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏതു സംരക്ഷിത പ്രദേശത്താണ്? വയനാട് വന്യജീവി സങ്കേതത്തിലാണ്. 2011 നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് 2011 നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം. 2010 ഓഗസ്റ്റിൽ നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് 2010 ഓഗസ്റ്റിൽ നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള വനം വകുപ്പിൻ്റെ ആദ്യത്തെ വന്യജീവി ഉദ്യാനമേത്? അഭയാരണ്യമാണ്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളം വനം വകുപ്പിൻ്റെ ആദ്യത്തെ വന്യജീവി ഉദ്യാനമേത്? അഭയാരണ്യം. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി 2020 ജൂലൈയിൽ നിലവിൽ വന്ന മലപ്പുറം ജില്ലയിലെ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലായിട്ട് നിലവിൽ വന്നത്. പാലക്കാട് ചുരം ഏതൊക്കെ ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് ചുരം. കേരളത്തിൽ
ജനസംഖ്യയിൽ മുന്നിട്ടു നിൽക്കുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി ജനസംഖ്യയിൽ മുന്നിട്ടു നിൽക്കുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേന്ദ്ര ഭരണ പ്രദേശം, അയൽ സംസ്ഥാനം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ കേന്ദ്ര ഭരണപ്രദേശം, അയൽ സംസ്ഥാനം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. ഇടുക്കി, മധുര എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ ചുരമാണ്. ഇടുക്കി, മധുര എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ ചുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളേവ? വൈത്തിരിയും മാനന്തവാടി, നിലമ്പൂർ. വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ എന്നീ പ്രദേശങ്ങളിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്? തുലാവർഷത്തിൻ്റെ പ്രത്യേകതയാണ് വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ. കൊപ്പൻ്റെ കാലാവസ്ഥാ വിഭജന പദ്ധതി പ്രകാരം കേരളം ഏത് കാലാവസ്ഥാ വിഭാഗത്തിൽപ്പെടുന്നു? കൊപ്പൻ്റെ കാലാവസ്ഥാ വിഭജന പദ്ധതി പ്രകാരം കേരളം ഏത് കാലാവസ്ഥാ വിഭാഗത്തിൽപ്പെടുന്നു? ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിലെ കാലാവസ്ഥ. ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 കൊച്ചിയെയും സേലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ ജില്ലകളെയാണ്? കോഴിക്കോട്, വയനാട് ജില്ലകളെയാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പൻ കരിന്തണ്ടനാണ്. താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പനാണ് കരിന്തണ്ടൻ. കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത്? വയനാടിനെയും കണ്ണൂരിനെയുമാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത്. കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. തെങ്കാശിയെയും കൊല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 744. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH 766. പാലക്കാട് ചുരത്തിലൂടെ NH 544. അടുത്തത് നമുക്ക് അവകാശങ്ങളും കടമകളും ദേശീയ ചിഹ്നങ്ങളും എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന നീതികൾ ഏതെല്ലാം? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന നീതികൾ ഏതെല്ലാം? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വിവരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളേവ? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വിവരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഏവ? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. 1949 നവംബർ 26. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏത്? 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കാൻ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നിവ ഏത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു? സമത്വത്തിനുള്ള അവകാശമാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നിവ ഏത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു? സമത്വത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സുവരെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. സംഘടനകൾ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം. അടിയന്തരാവസ്ഥക്കാലത്തും നിഷേധിക്കാൻ പാടില്ലാത്ത മൗലികാവകാശത്തിന് ഉദാഹരണം ഏത്? ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണമാണ്.
അടിയന്തരാവസ്ഥാ കാലത്തും നിഷേധിക്കാൻ പാടില്ലാത്ത മൗലികാവകാശത്തിന് ഉദാഹരണമേത്? ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. അടുത്ത ചോദ്യം, നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നത് ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമായാണ്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നത് ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. ദെൻ വ്യവസായശാലകളിലും മറ്റും അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് തടഞ്ഞിരിക്കുന്നത് ബാലവേല നിരോധനം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ദെൻ മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഏത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന ഭാഗത്ത് ഉൾപ്പെടുന്നു. ദെൻ ഏത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിൻ്റെ ഭാഗമാണ്. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശമാണ്. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സമീപിക്കാവുന്ന കോടതികളേവ? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ആണ്. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സമീപിക്കാവുന്ന കോടതികൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. 5 തരം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 32. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികളെ അധികാരപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 226. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം 226 പ്രകാരമാണ്. ജനക്ഷേമം മുൻനിർത്തി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന സംസ്ഥാന സർക്കാരുകളോട് നൽകുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശക തത്വങ്ങളാണ്. ജനക്ഷേമം മുൻനിർത്തി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന സംസ്ഥാന സർക്കാരുകളോട് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കാൻ സഹായകമാവുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ത്? നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കാനാവില്ല എന്നതാണ് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനും അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉറപ്പുവരുത്താനും സഹായിക്കുന്ന ഭരണഘടനാ ഭാഗം മൗലിക കർത്തവ്യങ്ങൾ. ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനും അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കും ഉറപ്പുവരുത്താനും സഹായിക്കുന്ന ഭരണഘടനാ ഭാഗം മൗലിക കർത്തവ്യങ്ങൾ. തുടക്കത്തിൽ ഭരണഘടനയിൽ ഇല്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ പ്രധാന ഭാഗമേത്? ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ. നിലവിൽ ഭരണഘടനയുടെ 300A അനുച്ഛേദ പ്രകാരം സ്വത്തവകാശം എന്നത് ഏതു തരം അവകാശമാണ്? നിയമപരമായ അവകാശമാണ്. നിലവിൽ ഭരണഘടനയുടെ 300A അനുച്ഛേദം പ്രകാരം സ്വത്തവകാശം എന്നത് ഏതു തരം അവകാശമാണ്? നിയമപരമായ അവകാശമാണ്. നിയമവാഴ്ച എന്ന ആശയം ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൽ നിന്നാണ്? നിയമവാഴ്ച എന്ന ആശയം ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൽ നിന്നാണ്? അനുച്ഛേദം 14. അയിത്തം നിരോധിക്കുന്ന ഏത് അനുച്ഛേദം അവതരിപ്പിക്കുമ്പോഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത്? അനുച്ഛേദം 17. ഭരണഘടനയിലെ അനുച്ഛേദം 17ന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിൽ നിന്ന് തൊട്ടുകൂടായ്മ തുടച്ചുമാറ്റാനായി അവതരിപ്പിച്ച നിയമമേത്? 1955 പൗരാവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. അറിയാനുള്ള അവകാശം, വിവരാവകാശം എന്നിവ ഏത് അനുച്ഛേദത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന അവകാശങ്ങളാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്? അനുച്ഛേദം 19(1)
പരിധിയിൽ വരുന്ന അവകാശങ്ങളായിട്ടാണ് അറിയാനുള്ള അവകാശവും വിവരാവകാശവും ഉൾപ്പെടുന്നത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അന്യായമായി പോലീസ് കസ്റ്റഡിയിൽ ഉള്ളവരെ വിടുവിക്കാനായി സാധാരണ ഉപയോഗിക്കുന്നത് ഏത് റിട്ടാണ്? ഹേബിയസ് കോർപ്പസ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നതെന്ന്. 2013 ജൂലൈ 5. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 ജൂലൈ 5. ഇന്ത്യയുടെ ഔദ്യോഗിക മുൻഗണനാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഏത് വകുപ്പാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക മുൻഗണനാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ ചിഹ്നങ്ങളുടെ തെറ്റായ ഉപയോഗം തടയാനുള്ള നിയമം ദ എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് നിലവിൽ വന്ന വർഷം 1950. ദേശീയ ചിഹ്നങ്ങളുടെ തെറ്റായ ഉപയോഗം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം 1950. ദേശീയ ബഹുമതികളെ അനാദരിക്കുന്നത് തടയുന്ന നിയമം ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് പ്രാബല്യത്തിൽ വന്ന വർഷം 1971 ഡിസംബറിലാണ്. 1971 ഡിസംബറിൽ. ഇന്ത്യൻ ദേശീയ പതാക, ഇന്ത്യൻ ഭരണഘടന എന്നിവയെ പൊതുസ്ഥലത്ത് അനാദരിക്കുന്നതിനുള്ള കത്തിക്കുക, കീറുക, നശിപ്പിക്കുക, ചുരുട്ടുക ശിക്ഷ ദേശീയ ബഹുമതികളെ അനാദരിക്കുന്നത് തടയുന്ന നിയമപ്രകാരം എന്താണ്? 3 വർഷം വരെ തടവോ പിഴയോ ഇവ രണ്ടും കൂടിയോ ആണ്. 3 വർഷം വരെ തടവോ പിഴയോ ഇവ രണ്ടും കൂടിയോ. അടുത്ത ചോദ്യം, ഭാഗങ്ങളായി ദേശീയ പതാകയെ ഉപയോഗിക്കുന്നത് തടയുന്ന നിയമം ഏത്? ദേശീയ ബഹുമതികളെ അനാദരിക്കുന്നത് തടയുന്ന നിയമം 1971. ദേശീയഗാനം ആലപിക്കുന്നതിനെ ബോധപൂർവം തടയുക, ദേശീയഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്നവരെ ശല്യപ്പെടുത്തുക എന്നിവയ്ക്ക് ദേശീയ ബഹുമതികളെ അനാദരിക്കുന്നത് തടയുന്ന നിയമം 1971 പ്രകാരമുള്ള ശിക്ഷ എന്ത്? 3 വർഷം വരെ തടവോ പിഴയോ ഇവ രണ്ടും കൂടിയോ. ഇന്ത്യൻ ദേശീയ പതാക നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്. 2002 ജനുവരി 26. ഇന്ത്യൻ ദേശീയ പതാക നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്. 2002 ജനുവരി 26. ദേശീയ പതാക നിയമത്തിന് 2021 ഇന്ത്യൻ ദേശീയ പതാക നിയമം പ്രാബല്യത്തിൽ വന്നത് 2002 ജനുവരി 26. ദേശീയ പതാക നിയമത്തിന് 2021 ഡിസംബറിൽ വരുത്തിയ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ദേശീയ പതാക ഏതൊക്കെ തുണികൾ കൊണ്ട് നിർമ്മിക്കാനാവും? കൈകൊണ്ട് തുന്നിയതോ നെയ്തെടുത്തതോ മെഷീനിൽ നിർമ്മിച്ചതോ ആയ കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി തുണികൾ എന്നീ തുണികളിലാൽ 2021 ഭേദഗതി പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാനാവും. ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതിയുള്ള വ്യത്യസ്ത വലുപ്പങ്ങൾ ഏവ? 6300 × 4200, 3600 × 2400, 2700 × 1800, 1800 × 1200, 1350 × 900, 900 × 600, 450 × 300, 225 × 150, 150 × 100 മില്ലിമീറ്ററിലുള്ള അളവുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ അളവുകളിലൊക്കെ നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കാൻ സാധിക്കും. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാവുന്ന ഏറ്റവും കൂടിയ വലിപ്പം 6300 × 4200 മില്ലിമീറ്റർ ആണ്. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വലിപ്പം 150 × 100 മില്ലിമീറ്റർ ആണ്. എയർക്രാഫ്റ്റ്, VVIP ഫ്ലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്ന ദേശീയ പതാകയുടെ വലിപ്പം 4500 × 300 മില്ലിമീറ്റർ ആണ്. മോട്ടോർ കാറുകളിൽ ഉപയോഗിക്കേണ്ട ദേശീയ പതാകയുടെ വലിപ്പം 225 × 150 മില്ലിമീറ്റർ. മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന ദേശീയ പതാകകളുടെ വലിപ്പം 150 × 100 മില്ലിമീറ്റർ, അതായത് ഏറ്റവും ചെറിയ അളവാണ്. ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1947 ജൂലൈ 22. ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്ന്. 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1950 ജനുവരി 24.
ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി ശകവർഷ കലണ്ടർ അംഗീകരിക്കപ്പെട്ട വർഷം 1957 മാർച്ച് 22. 1957 മാർച്ച് 22. ഇന്ത്യയുടെ ദേശീയ ഗീതത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്ന് 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ഗീതത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1950 ജനുവരി 24. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവകാശങ്ങളും കടമകളും ദേശീയ ചിഹ്നങ്ങളും, അതുപോലെ തന്നെ കേരളം, അടിസ്ഥാന വിവരങ്ങൾ, പിന്നെ സ്വാതന്ത്ര്യ സമരവും കേരളവും എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.